വേണ്ടപ്പോൾ വേണ്ട കാര്യങ്ങൾ തോന്നാതിരിക്കുക, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരിക, വിദ്യാർത്ഥികൾക്ക് പഠിച്ച കാര്യങ്ങൾ മറന്നുപോവുക, പരാജയ സാധ്യത ഉണ്ടാവുക, സുഖങ്ങൾക്ക് കുറവുണ്ടാവുക, ശരീരത്തിന് വിലക്ക് വളരെ നല്ല രീതിയിൽ ശോഭിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുവാൻ സാധിക്കും. പിതാവ്, ഗുരുജനങ്ങൾ, കൊച്ചുമക്കൾ ഇവർക്കൊക്കെ സുഖാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ദോഷങ്ങൾക്ക് പരിഹാരമായി പക്കപ്പിറന്നാൾ തോറും എന്നാൽ സന്താനങ്ങൾക്ക് ഉയർച്ചയും ബുദ്ധിസാമർഥ്യവും വർദ്ധിക്കും. വാഹനങ്ങൾ ഉണ്ടാകും. വാഹനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. പൂർവപുണ്യം കൊണ്ടുള്ള സദ്ഗുണാനുഭവങ്ങളും ഭാഗ്യവും നമസ്തേ, ഞാൻ വിഷ്ണു. പ്രീസ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടവക്കൂറ്, കാർത്തിക മുക്കാല, രോഹിണി, മകയിരം അര. ധാരണാദി വിശേഷ ബുദ്ധികളുടെ കാരകനായ വ്യാഴം ഇടവക്കൂറുകാർക്ക് 12ാം ഭാവത്തിൽ നിന്നും ചന്ദ്ര ലഗ്നഭാവത്തിലേക്ക് വരുന്നു. ആയതിനാൽ ബുദ്ധിക്ക് തീഷ്ണത കുറയും. വേണ്ടപ്പോൾ വേണ്ട കാര്യങ്ങൾ തോന്നാതിരിക്കുക, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരിക, വിദ്യാർത്ഥികൾക്ക് പഠിച്ച കാര്യങ്ങൾ മറന്നുപോവുക, പരാജയ സാധ്യത ഉണ്ടാവുക, സുഖങ്ങൾക്ക് കുറവുണ്ടാവുക, ശരീരത്തിന് ബലം കുറഞ്ഞു വരുന്നതായി അനുഭവത്തിൽ വരിക, ചെറിയ കാര്യങ്ങൾക്ക് പോലും കലഹിക്കുക, പല വിധത്തിൽ ധനം നഷ്ടപ്പെടുക, കീർത്തിക്കും സൗന്ദര്യത്തിനും കുറവുണ്ടാവുക, സ്ഥാനമാനങ്ങൾക്ക് ചലനമുണ്ടാവുക, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നവർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെയുള്ള കർത്തവ്യ നിർവഹണം പാലിക്കുന്നത് ഉചിതമായിരിക്കും. തലവേദന, ശിരോ സംബന്ധമായ രോഗങ്ങൾ, ഓർമ്മക്കുറവ്, അലസത ഇവയും വരുന്ന ഒരു വർഷക്കാലം, അതായത് മെയ് 1 മുതലുള്ള വർഷക്കാലം ഇടവക്കൂറുകാർക്ക് അനുഭവത്തിൽ വരുന്നതാണ്. എന്നാൽ സന്താനങ്ങൾക്ക് ഉയർച്ചയും ബുദ്ധിസാമർഥ്യവും വർദ്ധിക്കും. വാഹനങ്ങൾ ഉണ്ടാകും. വാഹനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. പൂർവപുണ്യം കൊണ്ടുള്ള സദ്ഗുണാനുഭവങ്ങളും ഭാഗ്യവും പല സന്ദർഭങ്ങളിലും മനസ്സുഖം നൽകും. ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കുവാനും സാധിക്കും. സന്താന വിഷയങ്ങളിൽ മനോദുഃഖം അനുഭവിച്ചു കഴിയുന്നവർക്ക് സന്തോഷാനുഭവങ്ങളുടെ കാലമാണ് വരാൻ പോകുന്നത്. ബുദ്ധിപരമായ പല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ലഭിക്കുകയും ഉപകാരപ്പെടുകയും ചെയ്യും. ദമ്പതികൾക്ക് ദാമ്പത്യ സുഖം, കുടുംബത്തിൽ സന്തോഷം ഇവയുണ്ടാകും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില പദാർത്ഥങ്ങൾ തിരികെ ലഭിക്കും. ഇടയ്ക്കൊക്കെ സാമ്പത്തിക നേട്ടങ്ങളും വാണിജ്യ വ്യാപാര മേഖലകളിൽ ലാഭവും ഉണ്ടാകുന്നതാണ്. പങ്കാളിക്ക് സുഖമുണ്ടാകും. ശയനോപകരണങ്ങൾ ലഭിക്കും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. വാക്സാമർത്ഥ്യം, ആജ്ഞാശക്തി ഇവ വർദ്ധിക്കുന്നതാണ്. സാമൂഹ്യ സേവകർക്ക് വളരെ നല്ല രീതിയിൽ ശോഭിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുവാൻ സാധിക്കും. പിതാവ്, ഗുരുജനങ്ങൾ, കൊച്ചുമക്കൾ ഇവർക്കൊക്കെ സുഖാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ദോഷങ്ങൾക്ക് പരിഹാരമായി പക്കപ്പിറന്നാൾ തോറും നവഗ്രഹ ക്ഷേത്രത്തിൽ ഗുരുവിന് പാലഭിഷേകം, നവഗ്രഹ പുഷ്പാഞ്ജലി ഇവ നടത്തുക. വിഷ്ണുവിന് വനമാല, നെയ്വിളക്ക്, മുഖച്ചാർത്ത് ഇവയും നടത്തേണ്ടതാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.